സർ, ആസ് എ പാരൻറ്റ്, ചൈൽഡ് പ്ലാൻ, ടേം ഇൻഷുറൻസ്, SIP ഇതിലേതാണ് ചൂസ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ടേം പ്ലാൻ പ്ലസ് SIP ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ചൂസ് ചെയ്യേണ്ടത്. കാരണം ടേം പ്ലാൻ ഈസ് ഹെൽപ്ഫുൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ പാരൻറ്റ് അല്ലേ. കാരണം നമുക്ക് എല്ലാവർക്കും ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ. അപ്പം നമ്മുടെ ആബ്സെൻസിൽ നമ്മുടെ കിഡ്സിൻ്റെ ലൈഫ് സെക്യൂർ ആക്കുന്നതിനാണ് ടേം പ്ലാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി സപ്പോസ് നമുക്കൊന്നും പറ്റിയില്ല എന്ന് വിചാരിക്കും, അപ്പോൾ ദ ടേം പ്ലാൻ വോണ്ട് ഹെൽപ്പ് യു. സോ ദർ യു നീഡ് ആൻ SIP. അപ്പോൾ ആ ഒരു ഡ്യൂറിങ് എ പീരീഡ് ഓഫ് നമ്മുടെ ലൈഫ് ടൈം SIP മെച്യൂർ ആവും. ആ എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കിഡ്സിൻ്റെ എഡ്യൂക്കേഷനോ അവരുടെ പ്രോസ്പെക്ട്സ് നമുക്ക് കുറച്ചും കൂടെ സേഫ് ആക്കാനും സാധിക്കും. സാർ, ഇപ്പോൾ ഒരു 5,000 രൂപ വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ എങ്ങനെയായിരിക്കും? ഒരു 5,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു പോർഷൻ നമ്മുടെ ഇൻഷുറൻസിലേക്ക്, ടേം ഇൻഷുറൻസിലേക്ക് പോകണം. സേ ഒരു 700-800 ആണ് എഡ്യൂക്കേഷൻ നമ്മുടെ ടേം ഇൻഷുറൻസിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി ഒരു 4,000 അല്ലെങ്കിൽ 4,200 ഹാസ് ടു ഗോ ടു ആൻ SIP. അപ്പോൾ ഇങ്ങനെ പോകുന്നതിലൂടെ ഒരു 15 lakhs to 20 lakhs നമുക്ക് 25 lakhs-ൻ്റെ ഒരു ലൈഫ് കവറേജും കിട്ടാം. അതുപോലെ തന്നെ സപ്പോസ് ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ കുട്ടിയുടെ എഡ്യൂക്കേഷൻ സമയമാകുമ്പോഴേക്കും നമുക്കൊരു 15 to 20 lakhs അവിടെ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. കുട്ടികളുടെ സാമ്പത്തിക ഭാവിക്കായി എപ്പോൾ പ്ലാനിംഗ് തുടങ്ങണം? വിദ്യാഭ്യാസത്തിനായി 25 ലക്ഷം രൂപ സമാഹരിക്കാൻ 5,000 രൂപ മതിയോ? ഈ ശിശുദിനത്തിൽ നിങ്ങളുടെ എല്ലാ സാമ്പത്തിക സംശയങ്ങൾക്കും മറുപടി നൽകാൻ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ അതിഥിയായി എത്തുന്നു. കാണാം മൈഫിൻ പ്രീമിയത്തിൽ പേഴ്സണൽ ഫിൻ ലാബ്. അൺലോക്ക് മൈഫിൻ പ്രീമിയം നൗ.